അങ്ങനെ ഞങ്ങൾ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് എത്തി കേട്ടോ. കോട്ടയം നാഗമ്പടം മൈതാനത്ത് വെച്ചാണ് നമ്മുടെ പരിപാടി. ഡാൻസ് കളിച്ച് മൈതാനം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നല്ല അടിപൊളി തിരക്കാണെന്ന്. പക്ഷെ എന്തായാലും കയറണം, കാരണം ഈ കടലിനടിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കാണാമെന്ന് കരുതി ഞങ്ങളിതാ പതുക്കെ ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി ആര് ക്യൂ നിൽക്കുമെന്ന്. അവസാനം അമ്മു തന്നെ ക്യൂ നിന്നു. ഇതിനിടയ്ക്ക് ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഉൾട്ടയായി ഞാൻ തന്നെ പിന്നെ ഇപ്പോൾ ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു യന്ത്രഊഞ്ഞാൽ മുകളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ട് അമ്മു ഒന്ന് ഷോക്കായി, കാരണം അമ്മുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മു കയറണം എന്ന് ആഗ്രഹിച്ച ഒരു യന്ത്രഊഞ്ഞാലാണ് ഈ സംഭവം. അതോടുകൂടി ആ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കുറേ ട്രെയിൻ സംഭവം കണ്ടപ്പോൾ കുഞ്ഞൂട്ടൻ ഭയങ്കര ഹാപ്പി. യന്ത്രഊഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ കയറണമെന്ന് ചോദിച്ചപ്പം അമ്മു വേണ്ടാന്ന് തന്നെ തീർത്ത് പറഞ്ഞു. കുഞ്ഞൂട്ടൻ പുതിയ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് കടക്കുന്ന കൂട്ടത്തിൽ റോബോട്ട് വന്നു. റോബോട്ടിനെ കണ്ട ഉടനെ കുഞ്ഞൂട്ടൻ ഓടി അമ്മുവിൻ്റെ ബാക്കിലേക്ക് പോയി. സത്യത്തിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല റോബോട്ട് ഈ താലം പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്ന്. അതിനകത്താണ് ഒന്നും ഇല്ലാതാനും. പതുക്കെ അമ്മക്കൊന്ന് ഞെട്ടി. എൻ്റെ അടുത്തോട്ട് എന്തായാലും വന്നില്ല. കുഞ്ഞൂട്ടനെ അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് അടുത്ത റോബോട്ട് വന്നു. പക്ഷെ അത് കണ്ടപ്പോൾ കുഞ്ഞൂട്ടന് ആ പേടിയൊക്കെ ഒന്ന് മാറി. എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വരുന്നത് അല്ലേ. പണ്ടൊക്കെ നമ്മൾ പോയ സമയത്ത് ഇങ്ങനത്തെ സാധനമൊന്നും വന്നിട്ടേ ഇല്ല. ഇതൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുട്ടൻ പതുക്കെ ടാറ്റയായി കൊടുത്ത് അവൻ തുടർന്നുണ്ടായിരുന്നു സഞ്ചിക്കായിട്ട്. പിന്നെ കിളികളുടെ ഒക്കെ ലോകത്തേക്ക് പോയി. കിളികൾ ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് രസമെന്നറിയോ, പല തരത്തിലുള്ള കിളികളുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പലതും ആക്റ്റീവായിട്ടല്ല എന്ന് തോന്നി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും നമ്മളൊന്ന് എൻജോയ് ചെയ്തു. കുഞ്ഞു കിളികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനും കാര്യങ്ങളുമൊക്കെ. കുഞ്ഞൂട്ടൻ ഒരു കിളിയുടെ കൂടിന് അവിടുന്ന് 100 സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം അവർക്കിതൊന്നും മനസ്സിലാവില്ലല്ലോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും അവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. പല വെറൈറ്റി കിളികളെ നമ്മൾ കണ്ടു. ഇതെന്താ ഐറ്റം എന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. എന്തോ ഒരു കുഞ്ഞ് ഐറ്റമെന്ന് മാത്രം മനസ്സിലായി. അങ്ങനെ കുഞ്ഞ് ഐറ്റം കണ്ടു നിൽക്കുമ്പോൾ നമ്മുടെ ഓസ്ട്രിച്ച് വന്നു. ഇതിൻ്റെയൊക്കെ ഒരു കൊത്ത് കിട്ടിയാലത്തെ അവസ്ഥയെ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ കടലിനടിയിലേക്ക് നമ്മൾ എത്തിയത്. കടലിനഗാധമാം നീലിമയിൽ എന്നറിവുള്ളവർ പണ്ട് എഴുതിയും കഴിവുള്ളവർ പാടിയും വെച്ചിട്ടുണ്ട്. ഞാൻ കുളവാക്കുന്നില്ല. ഇഷ്ടംപോലെ മത്സ്യങ്ങളെ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ അവർ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. എനിക്കൊന്നും പേര് പോലും അറിയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. പൊട്ടൻ ആട്ടം കാണുന്നതെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനെയൊക്കെ കണ്ട് ഞാൻ വളരെ ഭംഗിയായി, വളരെ നാളുകളായി കാണുന്ന മീനുകളാണെന്നുള്ള ഒരു അഭിനയമൊക്കെ കാഴ്ചവെച്ച് ഞാനിങ്ങനെ നടക്കുകയാണ്. കുഞ്ഞുട്ടനെ സംബന്ധിച്ച് വലിയൊരു അത്ഭുത ലോകമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇഷ്ടംപോലെ മീൻ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു കണ്ണുകളിലൂടെ ഇവരുടെ കൗതുകം ഇങ്ങനെ വിടരുക എന്ന് തോന്നുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിക്കണം. കാരണം ഈ കുഞ്ഞു മീനുകളെയും അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ കാണുമ്പം ഇവരുടെ മൈൻഡിലേക്ക് എന്താണ് കയറുക, അല്ലെങ്കിൽ ഇവരെന്താണ് ഇത് ഉൾക്കൊള്ളുക എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാൽ അവന് മീനാണെന്നൊക്കെ മനസ്സിലായി, മീനിങ്ങനെ നടക്കുകയാണെന്നൊക്കെ മനസ്സിലായി. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവൻ പതുക്കെ പറഞ്ഞിട്ടുണ്ട് അക്വേറിയം വീട്ടിൽ വേണമെന്ന്, മീമി വീട്ടിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്നത് കുഞ്ഞു കുഞ്ഞു ഗപ്പിയൊക്കെ മേടിച്ച് വെക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ അക്വേറിയം കാര്യങ്ങളൊന്നുമില്ല. അമ്മ എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. അപ്പം കുഞ്ഞൂട്ടനും ആലോചനയിലാണ്. അങ്ങനെ കുറച്ച് നേരം AC ഒക്കെ കൊണ്ടിട്ട് അവൻ പിന്നെയും മുന്നോട്ട് നടന്നു. ഇഷ്ടംപോലെ മീനുകളെ കണ്ടിട്ട് ഞങ്ങളും പുറകെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല. അരോണയോ അങ്ങനെ എന്തോ പേരാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടി ഇതിൻ്റെ ഒന്നും. പക്ഷേ എന്നാലും എല്ലാം കണ്ട് എൻജോയ് ചെയ്തിങ്ങനെ നടക്കുകയാണ്. അമ്മ എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു തന്നു. നല്ല രസമില്ലേ വെള്ളം ഇങ്ങനെ പോകുന്ന കാണാൻ. ഇത് മാത്രമല്ല കേട്ടോ, ഒരു വലിയ അത്ഭുതമുണ്ട്, ഞാനും കാണിച്ചു തരാം. അത് കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമായിരുന്നു കേട്ടോ. അപ്പം കുഞ്ഞൂട്ടനെയൊക്കെ സംബന്ധിച്ച് കുഞ്ഞൂട്ടൻ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നൊരു എക്സ്പീരിയൻസ് അല്ല, ആദ്യമായിട്ടല്ല. അവൻ തൃശ്ശൂർ വെച്ച് ഇങ്ങനെ കണ്ടിരുന്നു. നമ്മൾ ഒരു എക്സിബിഷന് പോയ സമയത്ത് ഇങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കോട്ടയത്ത് വന്നിട്ട് അവൻ കുറച്ച് മുതിർന്നിട്ട് ആദ്യമായിട്ട് കാണുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും അടിപൊളി സംഭവങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമായിട്ട് ഇവർ ഈ സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ മീനുകളാണെന്നൊന്നും അറിയില്ല, പരസ്പരം ശത്രുക്കളാണോന്നും അറിയില്ല. പക്ഷെ എല്ലാവരും ഒന്ന് ചേർന്ന് സെറ്റായിട്ടാണ് അതിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മറൈൻ എക്സ്പോയ്ക്ക് മുമ്പ് ഞങ്ങൾ കണ്ടത് ഒരു പുഷ്പോത്സവമായിരുന്നു. എൻ്റെ പൊന്നും ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അതിനകത്ത്. അതിനുശേഷം കണ്ടത് എന്തായാലും ഭയങ്കര കളർഫുള്ളായി, ഒരു രക്ഷയില്ല.
അടിപൊളി എക്സ്പീരിയൻസ്. ഇതെല്ലാം കാണുമ്പം പതുക്കെ നേരെ ഒരു അക്വേറിയം വീട്ടിൽ മേടിച്ച് വെച്ചാലോ എന്ന് ഞാൻ അമ്മൂനോട് ചോദിച്ചു. അപ്പോൾ അമ്മു എൻ്റെ അടുത്ത് പറഞ്ഞു, വെക്കുന്നൊക്കെ കൊള്ളാം, തന്നെ നോക്കിക്കോണം, പിന്നെ കുഞ്ഞൂട്ടൻ തട്ടി താഴെ ഇടരുത് എന്നൊരു ഉപദേശവും തന്നു. ശരിയാണ്, കാരണം കുഞ്ഞൂട്ടൻ ഇതിനെല്ലാം ഭയങ്കര ആകാംക്ഷയോടെയാണ് കാണുന്നത്. കുഞ്ഞൂട്ടാ കുഞ്ഞൂട്ടാ ഇന്നാൾ തന്നെ ഫൈറ്റർ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്റർക്ക് തീറ്റ കുഞ്ഞൂട്ടം കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ അവൻ ഇടയ്ക്ക് 2 എണ്ണമൊക്കെ അതിനെക്കൊണ്ട് കുടിപ്പിച്ചു. പക്ഷേ അതത്രയും സേഫ് അല്ലാത്തതുകൊണ്ട് പിന്നെ അവനെക്കൊണ്ട് അത് കുടിപ്പിക്കാൻ നിന്നില്ല. നിസ്സാരമെങ്കിലും ഓരോ ജീവനും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ട്. പലതരം മീനുണ്ട്, സ്റ്റാർ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ലൈഫിലൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. പ്രത്യേകിച്ച് ഇതൊന്നും നമുക്ക് കോട്ടയം സംബന്ധിച്ച് കോട്ടയത്ത് കടലൊന്നുമില്ല. അപ്പം അങ്ങനെ ഒന്നും തന്നെ ഇതൊന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും നമുക്കിങ്ങനത്തെ എക്സ്പോകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളത് മിസ്സാക്കത്തില്ല, ഞങ്ങൾ ഓടിച്ചെല്ലും. ഇതൊക്കെ എന്താണോ എന്തോ എനിക്കൊരു പിടുത്തമില്ല. മറ്റേ നക്ഷത്രത്തിൻ്റെ ആകൃതി ഇരിക്കുന്നുണ്ട്, സ്റ്റാർ ഫിഷ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാലും വളരെ കളർഫുള്ളായിട്ടുള്ള മീനുകളെയൊക്കെ കണ്ടു. അവർക്കൊരു പേരടിയിൽ എഴുതി വെക്കാമായിരുന്നു എന്ന് തോന്നി കേട്ടോ, വെറുതെയെങ്കിലും. നമ്മുടെ സർപ്രൈസ് ഇതാ, നമ്മുടെ മത്സ്യകന്യക ഇങ്ങനെ ഒഴുകി ഒഴുകി നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. എന്ത് രസമായിട്ടാണ് നമ്മളിങ്ങനെ മത്സ്യകന്യകയൊക്കെ ഇങ്ങനെ കഥകളിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്, കഥകളിൽ കേട്ടിരിക്കുന്നത്. നമ്മളെ പ്രണയിക്കുന്ന മത്സ്യകന്യക, നമ്മളെ കാത്തിരിക്കുന്ന മത്സ്യകന്യക, അങ്ങനെ എത്ര എത്ര ഭാവങ്ങളിലാണ് നമ്മൾ മത്സ്യകന്യകയെ കണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രണയമുള്ളിൽ തുളുമ്പുന്ന ഒരു മത്സ്യകന്യകയാണെന്ന് തോന്നുന്നു. നല്ല പ്രണയത്തിൻ്റെ സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട്, നല്ല കിടിലൻ കിസ്സൊക്കെ തരുന്നുണ്ട്. കണ്ടോ എല്ലാവർക്കുമായിട്ട് ആ മത്സ്യകന്യക കിസ്സിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഈ മത്സ്യകന്യകയുടെ. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് മത്സ്യകന്യക ഒരു ടാങ്കിൽ കിടക്കുന്നത്. ഇതിനു മുമ്പ് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അവർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. കാരണം വെള്ളത്തിൽ ഇത്രയും നേരം കിടക്കുന്നു, ശ്വാസം പിടിച്ച് കിടക്കുന്നു. അതെല്ലാം ഭയങ്കര ഒരു എന്താ പറയുക, ട്രെയിനിങ്ങും ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസൊക്കെ കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. അതിനേക്കാളെല്ലാം ഉപരി ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരിക്കാം അവർ. തീർച്ചയായിട്ടും ആയിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി ഏറ്റെടുക്കില്ലല്ലോ. അവരതിങ്ങനെ പ്രണയത്തിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ വാരി വിതറുന്നുണ്ട്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുഞ്ഞുടൻ ആദ്യം പേടിച്ച് കേട്ടോ, ഇതെന്താ ഈ സാധനം എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു മത്സ്യകന്യക എന്ന് പറഞ്ഞിട്ടൊന്നും അവന് മനസ്സിലായില്ല എന്താണ് സാധനം എന്നും കത്തിയിട്ടില്ല. കുറേ നാൾ കഴിയുമ്പം ആൾക്കിത് കാണിച്ചു കൊടുത്തിട്ട് പറയണം ഇതാണ് മെർമെയ്ഡ് മത്സ്യകന്യക, ഇത് സാങ്കല്പികമാണ്, എന്താ പറയുക, കഥാകാരന്മാരൊക്കെ ചിത്രീകരിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്നതാണെന്ന് പറയണം. അങ്ങനെ കുഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ മത്സ്യകന്യകയെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പാവം ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി മുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും പ്രണയം ഇങ്ങനെ വാരി 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 വീശുന്നുണ്ട്. മുകളിലേക്കും പറഞ്ഞ പോലെ ശ്വാസം എടുക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് തിരിച്ചതേപടി ഒരു വരവ് വരും കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക, ഒരുപാട് സ്നേഹം വാരി വിതറുന്നൊരു മത്സ്യകന്യക. അങ്ങനെ കോട്ടയത്ത് എനിക്ക് തോന്നുന്നു, കോട്ടയത്ത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. അതെന്തായാലും കാണാൻ പറ്റി. അവരിങ്ങനെ എന്താ പറയുക, നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പുന്നു, ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നു, സെൽഫിക്കൊക്കെ വേണ്ടിയിട്ട് ലവ് ചിഹ്നമൊക്കെ വെക്കുന്നു കേട്ടോ. താടിക്കൊക്കെ കൈ വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്, ഹൃദയമൊക്കെ കൈമാറി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ എക്സ്പോയിലുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻ്റർടൈൻ ചെയ്തു ഞങ്ങളെ എല്ലാവരെയും. ഇനി അങ്ങോട്ട് എന്താ പറയുക, ഇങ്ങനൊരു എക്സ്പോ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ മത്സ്യകന്യകയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. എന്തായാലും നമ്മൾ എല്ലാവരുടെയും പ്രതീക്ഷ കടലിനടിയിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയാത്തിടത്തോളം ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. പല സ്ഥലത്തും ഉണ്ടെന്നിങ്ങനെ കേട്ടു. അപ്പം ഞങ്ങൾക്ക് കോട്ടയത്താണ് ഞങ്ങൾ കണ്ടത്. പിന്നെ പണ്ടത്തെ മിഠായികളും എല്ലാം തന്നെ അടങ്ങുന്ന ഒരു സ്റ്റോളിലേക്കാണ് പോയത്. സത്യം പറഞ്ഞാൽ കൊതിയായി. പണ്ടത്തെ മിഠായിയും കപ്പലണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കടലമിഠായിയൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. പിന്നെ എന്താ പറയുക, എന്തോ ഒന്ന് വാങ്ങിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ ആകെപ്പാടെ വാങ്ങിക്കാൻ നോക്കിയത്
കുഞ്ഞൂട്ടന് പറ്റിയ 1-2 ഫുഡ്സായിരുന്നു, പിന്നെ ബുക്കുകളായിരുന്നു. കുഞ്ഞൂട്ടൻ പക്ഷേ കറക്റ്റ് അവൻ്റെ കളിസ്ഥലങ്ങൾ കണ്ടുപിടിച്ചു, കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടുപിടിച്ചു. പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്നായി. പിന്നെ ഞങ്ങൾ അവൻ കുറേ സാധനങ്ങൾ വണ്ടിയൊക്കെ എടുത്തു. പക്ഷെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ അവനുണ്ട്, എല്ലാം തന്നെ പൊട്ടിച്ച് പൊട്ടിച്ച് കളയുക. അപ്പോൾ അവൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു സ്റ്റെതസ്കോപ്പ് മേടിച്ചു കൊടുത്തു. ഇനി അതൊക്കെ വെച്ച് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പോൾ തീരും. ഇനി പുതിയ എപ്പിസോഡൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക, നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ ബൈ.